ഇതെന്താ ഒരു സംഭവം കണ്ടോ? നല്ല നമ്മുടെ ഉപ്പേരിക്കപ്പ പോലെയൊക്കെ ഇത് വയ്ക്കണം. നല്ല കിരികിരികിരാന്നിരിക്കുന്ന ഒരു സംഭവം കേട്ടോ. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. സിമ്പിൾ ആട്ടോ. അപ്പൊ നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാവേ. അപ്പൊ നമ്മൾ വറുത്ത് കോരി തിന്ന സംഭവം എന്നാന്ന് ചോദിച്ചാൽ ഇതുണ്ടോ, തലേ ദിവസം നമ്മൾ ആക്കി അപ്പം മീതി വരൂലേ, ആ മീതി വന്ന അപ്പത്തെയാണ് നമ്മൾ അങ്ങനെ ആക്കി എടുത്തത് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ നമ്മൾ ഇന്നലെ ചുട്ടിയ അപ്പവാ, വെള്ളയപ്പം, അതായത് തേങ്ങയൊക്കെ ഇട്ടിട്ട് ആക്കുന്ന ആ വെള്ളയപ്പം ഇല്ലേ, അതാ കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിക്കണം. ഇങ്ങനെ കണ്ടോ, ഇതേപോലെ. എന്നിട്ട് നമ്മൾ ഇതിനെ നല്ല വെയിലുള്ള സമയത്ത് ഉണങ്ങിയെടുക്കും. അപ്പൊ ഇതുപോലെ ഞാൻ മുറിക്കട്ടെ. അപ്പൊ നമ്മൾ അപ്പത്തേക്ക് മുറിച്ച് നല്ല പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വെയിലത്ത് വെച്ച് നല്ല പപ്പടം പോലെ ഉണങ്ങുന്നിടം വരെ വെയിലത്ത് വെക്കാം കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ അപ്പം ഒറ്റ വെയിൽ കൊണ്ടതേ ഉള്ളേ. നല്ല കണ്ടോ, നല്ല പപ്പടം പോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് പാൻ വെച്ചിട്ട് വറുത്തെടുക്കാവേ. നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അധികം വേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമ്മുടെ ഉണങ്ങി അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു ചുമപ്പ് കളർ ആകുമ്പോഴത്തേനും നമ്മൾ എടുത്തോണം. നല്ല രസം ഇങ്ങനെ കഴിക്കാൻ വേണ്ടി. തന്നെ നമ്മൾ ഉപ്പേരിക്കാപ്പയൊക്കെ വറക്കുന്ന പോലെ കേട്ടോ. ഇതൊരു ചുമപ്പ് കളറാകുമ്പോൾ നമുക്ക് ഇനി കോരി എടുക്കാം. ഒത്തിരി ഇങ്ങനെ പൊങ്ങിയൊന്നും വരത്തൊന്നുമില്ല. കണ്ടോ, നല്ല രസം. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം, നല്ല രസം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ നമ്മുടെ അപ്പത്തേക്ക് വറുത്ത് കോരി എടുത്തിട്ടുണ്ടേ. ഇതുകൊണ്ടാണ് സംഭവം. നല്ല രുചിയാം, നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും. അതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ വെള്ളയപ്പം എന്ന് പറയും, കള്ളപ്പം, വെള്ളയപ്പം എന്നൊക്കെ പറയും. അങ്ങനത്തെ ആട്ടോ, അല്ലാതെ പാലപ്പത്തിന്റെ അല്ല. അപ്പൊ നമ്മൾ അതിൽ ചെറിയ ഉള്ളിയും ജീരകവും ഒക്കെ അരയ്ക്കുന്നതല്ലേ. അപ്പൊ നല്ല രുചി ഇങ്ങനെ ആക്കി തിന്നാല്. അപ്പം ബാക്കി വരുന്നത് കളയാൻ വേണ്ട, നമുക്കത് തിന്നുകയും ചെയ്യാം. ഒറ്റ ഒരു വെയിലും കൊണ്ടാൽ മതി. അല്ല പപ്പടം പോലെ ഉണങ്ങും. മഴക്കാലത്തേനോ എപ്പോൾ വേണേലും ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റിയും വെക്കാം. അപ്പൊ ഇതുപോലെ ഫുഡൊന്നും വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. ടാറ്റാ.